അള്ളാഹു പറയുന്നു, ഖുൽ ഹാദിഹി സബീലി അദ്ഉ ഇലല്ലാഹി അലാ ബസീറ, ഞാൻ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നത് അലാ ബസീറത്തിൻ, ബസീറത്തോടു കൂടിയാണ്. ബസീറത്ത് എന്ന് പറഞ്ഞാൽ ചിലർ പറഞ്ഞു അലാ യഖീനിൻ, ഉറച്ച ബോധ്യത്തോടു കൂടിയാണ്. ഞാൻ പറയുന്ന ഒരു കാര്യത്തിൽ എനിക്ക് സംശയമില്ല. അങ്ങനെ ആയിരിക്കണം ദഅവത്ത് ചെയ്യുന്നവൻ. അവൻ വടവൃക്ഷം പോലെ ഉറച്ചു നിൽക്കണം, പർവ്വതം പോലെ ഉറച്ചു നിൽക്കണം. തൗഹീദിന്റെ കാര്യത്തിൽ അവൻ ഒരു അണുവിട പിന്നോട്ട് കാലുവെക്കരുത്. ആരൊക്കെ വന്നാലും, ആരൊക്കെ അവന്റെ മുന്നിൽ വന്ന് നിന്നാലും, അദ്ഉ അലാ ബസീറ, ഞാൻ ഉറപ്പിലാണ് ക്ഷണിക്കുന്നത്, ഈ പറയുന്നതാണ് ശരി, ഒരു സംശയവും ഈ പറയുന്ന കാര്യത്തിൽ എനിക്കില്ല. ഞാൻ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്നു, ഇസ്ലാമാണ് സത്യം, എനിക്കൊരു സംശയവും ഈ കാര്യത്തിലില്ല. ഇത് സ്വീകരിച്ചിട്ടില്ല നരകത്തിലാണ്, ആ കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. അലാ ബസീറ, ഉറച്ച ബോധ്യത്തിലായിരിക്കണം. ചില ആളുകൾ അങ്ങനെ തഫ്സീർ പറഞ്ഞിട്ടുണ്ട്. വേറെ ചിലർ പറഞ്ഞു അലാ ബസീറ അലാ ഇൽമിൻ, വ്യക്തമായ അറിവുള്ള കാര്യത്തിലേക്കാണ് ഞാൻ ക്ഷണിക്കുന്നത്, എനിക്കറിയാത്ത കാര്യത്തിലേക്കല്ല, എനിക്ക് അറിവുള്ള കാര്യത്തിലേക്കാണ്. വേറെ ചിലർ പറഞ്ഞു അലാ ഹുജ്ജ, വ്യക്തമായ തെളിവോടുകൂടിയാണ് ഞാൻ ക്ഷണിക്കുന്നത്, ഞാൻ പറയുന്നതിന്റെ തെളിവ് എന്താണെന്ന് എനിക്കറിയാം. വേറെ ചില ആളുകൾ പറഞ്ഞു അലാ ബസീറത്തിൻ എന്ന് പറഞ്ഞാൽ അലാ ഹഖിൻ, ഞാൻ ക്ഷണിക്കുന്ന കാര്യം സത്യമാണ് എന്ന ഉറച്ച ബോധ്യത്തിലാണ് ഞാൻ ക്ഷണിക്കുന്നത്, ബാത്തിലിലേക്കല്ല. എൻ്റെ സഹോദരങ്ങളെ, ഒരിക്കലും 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 ഒരു കാര്യം ബാത്തിലാണ് എന്ന് അറിഞ്ഞതിന് ശേഷം നീ ജനങ്ങൾ അതിലേക്ക് ക്ഷണിക്കരുത്. നീ വേണമെങ്കിൽ മിണ്ടാതിരുന്നു. ഉലമാക്കളിൽ ചിലർ പറഞ്ഞതുപോലെ നിനക്ക് വേണമെങ്കിൽ ചില സത്യങ്ങൾ ചില സന്ദർഭങ്ങളിൽ മിണ്ടാതിരിക്കാം, പക്ഷെ ഒരിക്കലും അസത്യം പറയരുത്. ദീനിന്റെ കാര്യത്തിൽ ഒരിക്കലും നിനക്ക് ബാത്തിലാണ്, ശരിയല്ല എന്ന് ബോധ്യമുള്ള ഒരു കാര്യം ഒരിക്കൽ പോലും നീ സംസാരിക്കരുത്. അള്ളാഹുവിന്റെ മുൻപിൽ നീ അതിന് പറയേണ്ടി വരുന്ന മറുപടി ചെറുതായിരിക്കുകയില്ല. നിനക്കൊരു കാര്യം അസത്യമാണ് എന്നറിയുമോ, പറയരുത്, എന്നോട് സംസാരിക്കരുത്. ഉലമാക്കളിൽ ചില മുൻഗാമികൾ ചിലർ പറഞ്ഞതുപോലെ ലഅൻ അകൂന താബിഅൻ ഫിൽ ഹഖ് അഹബ്ബു ഇലയ്യ മിൻ അൻ അകൂന റഅസൻ ഫിൽ ബാത്തിൽ. ഹമ്മാദ് ഇബ്നു സലമ, അദ്ദേഹം മുർജിഈങ്ങളിൽപ്പെട്ട ആളായിരുന്നു, പിഴച്ച കക്ഷികളിൽപ്പെട്ട ഒരു കക്ഷിയാണ്. ആ കൂട്ടത്തിൽ അദ്ദേഹം വലിയ നേതാവായിരുന്നു. അങ്ങനെ അദ്ദേഹം സത്യം മനസ്സിലാക്കി അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മാർഗത്തിലേക്ക് തിരിച്ചു വന്നു. സ്വാഭാവികമായും അദ്ദേഹം പിഴച്ച മാർഗത്തിലായിരുന്നു. പിന്നെ ശരിയിലേക്ക് തിരിച്ചു വന്നപ്പോൾ അദ്ദേഹം അവിടെയുള്ള സ്ഥാനങ്ങളെല്ലാം അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു. അദ്ദേഹം ഒരു സാധാരണക്കാരനെ പോലെയായി. അപ്പോൾ ചില ആളുകൾ ചോദിച്ചു, എങ്ങനെ നിങ്ങൾ അവിടെ ഒരു നേതാവായിരുന്നില്ല, ഇവിടെ എത്തിയപ്പോൾ നിങ്ങളൊരു സാധാരണക്കാരനെ പോലെ ആയല്ലോ. അദ്ദേഹം പറഞ്ഞു, സത്യം പിൻപറ്റുന്ന ഒരു സാധാരണ അനുയായിയായി ജീവിക്കുന്നതാണ് അസത്യത്തിന്റെ നേതാവായി ജീവിക്കുന്നതിനേക്കാൾ എനിക്ക് പ്രിയങ്കരമായിട്ടുള്ളത്. ഒരേ നേതാവാണ്, ഒരു കാര്യമില്ല. ഈ നേതാവ് ഈ ബാക്കിലുള്ള ആൾക്കാരെ മുഴുവൻ വലിച്ചുകൊണ്ട് ആദ്യം നരകത്ത് കയറേണ്ടി വരും. ഖുൽ ഹാദിഹി സബീലി അദ്ഉ ഇലല്ലാഹി അലാ ബസീറത്തിൻ അന വമൻ ഇത്തബഅനി. ഈ ആയത്തിൽ രണ്ട് ഖിറാഅത്തുകളുണ്ട്, രണ്ട് പാരായണ രൂപങ്ങളുണ്ട്. ചിലർ പറഞ്ഞു ഖുൽ ഹാദിഹി സബീലി അദ്ഉ ഇലല്ലാഹി അലാ ബസീറത്തിൻ അന വമൻ ഇത്തബഅനി. ഇങ്ങനെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഓതുക, പറയുക അല്ലാഹുവിന്റെ റസൂലെ, ഇതാകുന്നു എൻ്റെ മാർഗം, ഞാൻ അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്നു. അന വമൻ ഇത്തബഅനി, ഞാനും എന്നെ പിൻപറ്റിയവരും ഇതിലേക്ക് ക്ഷണിക്കുന്നു. അന അദ്ഉ ഇലല്ലാഹ് വമൻ ഇത്തബഅനി യദ്ഉ ഇലല്ലാഹ്. ഞാൻ അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്നു. അന എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്നു, എന്നെ പിൻപറ്റിയവരും അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്നു. ഇത് ഒരു വിശദീകരണമാണ്. ഖുർആനിന് വ്യത്യസ്ത വിശദീകരണങ്ങൾ ഉണ്ടായിരിക്കും. രണ്ടാമത്തെ വിശദീകരണം ചിലർ പറഞ്ഞു ഖുൽ ഹാദിഹി സബീലി അദ്ഉ ഇലല്ലാഹി അലാ ബസീറ, ഖുൽ ഹാദിഹി സബീലി അദ്ഉ ഇലല്ലാഹ്, പറയുക അല്ലാഹുവിന്റെ റസൂലെ, ഇതാകുന്നു എൻ്റെ മാർഗം, ഇതിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു. അലാ ബസീറത്തിൻ അന വമൻ ഇത്തബഅനി, ഞങ്ങൾ ഈ ക്ഷണിക്കുന്ന കാര്യത്തിൽ ഞാനും എന്നെ പിൻപറ്റിയവരും ബസീറത്തിലാണ്. അർത്ഥത്തിൽ വ്യത്യാസം മനസ്സിലായോ നിങ്ങൾക്ക്? മനസ്സിലായോ? മനസ്സിലായിട്ടില്ല ചില ആൾക്കാർ. ആയത്ത് നന്നായി ശ്രദ്ധിക്കാൻ നിങ്ങൾ. അള്ളാഹു പറയുന്നു ഖുൽ ഹാദിഹി സബീലി, പറയുക ഇതാകുന്നു എൻ്റെ മാർഗം, അദ്ഉ ഇലല്ലാഹി അലാ ബസീറത്തിൻ അന വമൻ ഇത്തബഅനി, ഇങ്ങനെ ചേർത്തുകൊണ്ടോതാ. അപ്പൊ അതിന്റെ അർത്ഥം എന്താവും? ഞാൻ ഇതാ ഈ മാർഗത്തിലേക്ക് ക്ഷണിക്കുന്നു, എന്നെ പിൻപറ്റിയവരും ഈ മാർഗത്തിലേക്ക് ക്ഷണിക്കുന്നു. അലാ ബസീറത്തിൻ, ഞങ്ങൾ ഈ ക്ഷണിക്കുന്നത് ഉറച്ച ബോധ്യത്തോടു കൂടിയാണ്. ഇതാണ് ഒരു അർത്ഥം. രണ്ടാമത്തെ അർത്ഥം ഖുൽ ഹാദിഹി സബീലി അദ്ഉ ഇലല്ലാഹ്, പറയുക അല്ലാഹുവിന്റെ റസൂലെ, ഇതാകുന്നു എൻ്റെ മാർഗം, ഞാൻ അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്നു. അവിടെ നിർത്തുക. അലാ ബസീറത്തിൻ അന വമൻ ഇത്തബഅനി, ഞാനും എന്നെ പിൻപറ്റിയവരും ഞങ്ങളുടെ ഈ ദീനിന്റെ കാര്യത്തിൽ ബസീറത്തിലാണ്, ഉറച്ച ബോധ്യത്തിലാണ്. അവിടെ ദഅവത്ത് എന്നതല്ല, മറിച്ച് ബസീറത്ത് എന്നതാണ് കൂടുതൽ ഊന്നി പറഞ്ഞിട്ടുള്ളത്. ആദ്യത്തേതിലോ
ദഅവത്താണ്. മനസ്സിലായി ഞാൻ ഈ പറഞ്ഞത്? ഖുർആനിന്റെ പ്രത്യേകതകളിൽ ഒന്നാണ്. ഇത് എവിടെ നിർത്തുന്നു എന്നതിനനുസരിച്ച് ഒന്നിലധികം അർത്ഥങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരേ ആയത്തിന് തന്നെ പറയാൻ സാധിക്കും. രണ്ടർത്ഥവും ശരിയാണ്, രണ്ടർത്ഥവും തെറ്റല്ല, രണ്ടർത്ഥവും ശരിയാണ്. അള്ളാഹുവിന്റെ കലാമിന്റെ അത്ഭുതങ്ങളിൽ ഒന്നാണ്.